ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. നിലമ്പൂർ ബൈപ്പാസ് സിരകളോട് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എയും ജീവനക്കാരും തട്ടിക്കേറിയതായി പരാതി. നിലമ്പൂർ ബൈപ്പാസിന് 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മുഹസിൻ തട്ടിക്കേറിയതായി പരാതിയുള്ളത്. ഇത് ഞങ്ങളെ പണിയിൽ പെട്ടതല്ല കേട്ടോ. ഇത് PWDക്ക് ബിൽഡിംഗ് വിഭാഗം എന്ന വിഭാഗം ഉണ്ട്. ഓല ചെയ്യണേ ഞങ്ങൾ മടക്കി കൊടുക്കും. ഞങ്ങൾ മടക്കി കൊടുത്തോളാം. എന്നാ പിന്നെ മലപ്പുറത്ത് കൊണ്ടിരി അതിന് പുറമെ ഞാൻ പറഞ്ഞു ഞാൻ എഇ ഓഫീസിൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ ചെന്നപ്പോഴാണ് എഇ പ്രകോപനപരമായി സംസാരിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കി. PWD ഓഫീസിൽ വന്നാണ്. ഞങ്ങൾ ഇതിന് മുന്നേ മഞ്ചേരി PWD ഓഫീസിൽ പോയി. PWD ഓഫീസിൽ പോയത് 20-ാം തീയതി കഴിഞ്ഞ ഈ 20-ാം തീയതി ഞങ്ങൾക്ക് ഇതിന്റെ പേപ്പറും അവിടെ ഇവർ എത്തിക്കാനുള്ള ടെലിഫോൺ മുഖേന ഞങ്ങളോട് സംസാരിച്ചു. അതായത് മഞ്ചേരി ഓഫീസർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കയ്യുമ്പോൾ കൊടുക്കുള്ളൂ, ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂല. അതായത് ഈ സർവേന്റെ പേപ്പർ എത്തിച്ചാല് മലപ്പുറം കളക്ടർ ഓഫീസിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് മലപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അത് ഇവർ എത്തിക്കുന്നില്ല. ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ സംസാരം നിങ്ങൾ കേട്ടല്ലോ, അവർക്ക് ടൈമില്ല, ഞങ്ങൾ ഇതിന് ജോലി നിർത്തിവെക്കാണ്, നിങ്ങൾ സൗകര്യം നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി. ഇതാണ് ഈ PWD മൂസി പറഞ്ഞത്. സർവേ ഇനിയും കുറെ നടക്കാണ്ട്. ഇത് നടക്കുന്നത് ഒരു വീട് നടന്നു കഴിഞ്ഞാൽ 15 ദിവസത്തിൽ പിന്നെ ഒരു വീട്ടിൽ വരുന്നില്ല. ഓര് പറഞ്ഞതാണ് ഈ 20-ാം തീയതി തന്നെ. ഇപ്പൊ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊന്നും നടന്നില്ല, ജില്ലാ കളക്ടർ നുണ പറയാണ്, ഗവൺമെന്റ് പാർട്ടിക്കാർ നുണ പറയാണ്, നിങ്ങളെ പറ്റിച്ച് നടന്നു കൊടുക്കുകയാണെന്നാണ് ഈ മൂസിൻ സാർ പറഞ്ഞത്. സർക്കാർ പറ്റിക്കാണ്, കലക്ടർ പറ്റിക്കാണ്, മഞ്ചേരിയിൽ നിന്ന് പറ്റിക്കാണ്. പിന്നെ ഞങ്ങൾ ആരെ വിശ്വസിക്കണേ? പണി 3, 4, 5 ബ്ലോക്ക് തീർന്നിരിക്കുകയാണ്. ഇനി 6, 7 2 ബ്ലോക്കാണ് ഇനി തീർക്കാനുള്ളത്. ഈ 6ാമത്തെ ബ്ലോക്കിൽ ഏതാണ്ട് 22ഓളം വീടുകളുണ്ട്. അതിൽ 10 വീടുകൾ അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 12 വീട് ജസ്റ്റ് പണിയെടുക്കാനുള്ളൂ. ഈ വർക്കൊന്ന് സ്പീഡപ്പ് ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുൻപേ അയാൾ ഞങ്ങളോട് തട്ടിക്കയറുക ചെയ്ത്, നിങ്ങളെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് പോയി അന്നത്തെ MLA-ന്റെ ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു. അതെ, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഇതില് പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞാൻ പരിഗണിക്കാം എന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങള് ഈ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പേപ്പർ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരായിട്ട് ഒരു പേപ്പർ നീക്കുന്നില്ല. ഒക്കെ ഞങ്ങൾ മലപ്പുറം കളക്ടറെടുത്ത് പോവുക, അനുകൂലമായ മറുപടി കളക്ടറെടുത്തു നിന്നും പിന്നെ തഹസിൽദാർ എടുത്തുനിന്നും എല്ലാം കിട്ടി. മഞ്ചേരി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി, അദ്ദേഹം ഞങ്ങളോട് മാന്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഈ മോശൻ മാത്രമാണ് ഞങ്ങളോട് തട്ടിക്കയറി സംസാരിക്കുന്നത്. 30 വർഷം മുൻപ് ബൈപ്പാസിന് റോഡ് വിട്ട് നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന ആരോപണം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.